തുടക്കം തന്നെ പറയാലോ, ഞാൻ ഒരിക്കലും ഒരു ക്രിസ്ത്യാനോ ഫാനല്ല. അദ്ദേഹത്തിനെ വിമർശിക്കാൻ ഏതെങ്കിലും ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ കയറി ഗോളടിക്കാൻ നോക്കുന്ന ആളാണ് ഞാൻ. ഇഷ്ട താരങ്ങളെല്ലാം മാറി നിൽക്കട്ടെ, ഇഷ്ട ടീമുകളെല്ലാം മാറി നിൽക്കട്ടെ, പക്ഷേ ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ ആ വിജയം, ആ കിരീട നേട്ടം, അത് ഏതൊരു ഫുട്ബോൾ ആരാധകൻ്റെയും മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്ത ആനന്ദം നിറച്ചിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ ഏതൊരു റോണോ ഫാനും ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടാവില്ല അല്ലേ? ആ ഓരോ വീഡിയോസും ഒന്നല്ല രണ്ടല്ല മൂന്നല്ല 1000 തവണ ഇരുന്ന് കണ്ടവരുണ്ടാവും. അദ്ദേഹത്തെ വിമർശിക്കുന്നവരെല്ലാവരും പറയുന്നത് പോലെ സൗദി ലീഗ് ഒരു ഒട്ടക ലീഗാണ്. അങ്ങനത്തെ ഒരു ലീഗിൽ പോലും ഒരു ട്രോഫിയും നേടാതെ അദ്ദേഹം ബൂട്ടഴിച്ചിരുന്നെങ്കിൽ, അദ്ദേഹം തിരിഞ്ഞു നടന്നിരുന്നെങ്കിൽ, അവിടെ തോക്കാൻ പോകുന്നത് ഒരു ക്രിസ്ത്യാനോ മാത്രമല്ല, അല്ലെങ്കിൽ അൽ നസർ ടീം മാത്രമല്ല. അവിടെ തോക്കാൻ പോകുന്നത് കോടാനുകോടി ജനങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇഷ്ടം തോന്നിയ ആ ഫുട്ബോൾ എന്നുള്ളൊരു വികാരമാണ് അല്ലേ? ഈ ഒരു ഒട്ടക നാട്ടിൽ വന്ന് ഈ ഒട്ടക ട്രോഫിയും നേടി അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറയുമ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ 41-ാമത്തെ വയസ്സിൽ 973 ഗോളും നേടി അദ്ദേഹം അവസാനത്തെ ആട്ടമാടാൻ പോകുന്നത് ലോകകപ്പിലേക്കാണ്. ഈ ഒരു വിജയം മാത്രം മതി അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ടീമിനും അവസാനത്തെ ആട്ടമാടുന്നതിന് മുമ്പുള്ള വലിയൊരു ആത്മവിശ്വാസമായി മാറാൻ അല്ലേ? ഫോളോ ചെയ്യാൻ മറക്കണ്ട. പുതിയ വീഡിയോയിൽ കാണാം.